ഹല്ലേലൂയ. Hallelujah. മലാക്കിയുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 15-16 വാക്യം. മലാക്കിയുടെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 15-16 വാക്യം. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ. തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നുവെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്തിരിക്കുന്നു. അത് എനിക്ക് യൗവനത്തിലെ ഭാര്യയുടെ എന്നുള്ള ആ വേർഡ് മാത്രം കിട്ടിയാൽ മതി. തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. സഹോദരന്മാരെല്ലാം എന്നെ നോക്ക്. പ്രസംഗിക്കണോ? ഇനി ഇത് പ്രസംഗിക്കണോ? വേണോ? ഭാര്യയോട് അവിശ്വസ്തത കാണിക്കരുത്. ഇനി അതെന്തോ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ട? ഇതിന്റെ ഞാനങ്ങ് ഇസ്രായേലിൽ പോയി തോറയൊക്കെ എടുത്തോണ്ട് വരണോ? ഇതിനകത്ത് ഇനി എന്താ എക്സ്പ്ലനേഷൻ വേണ്ടത്? നിന്റെ യൗവനത്തിലെ ഭാര്യയോട് നീ അവിശ്വസ്തത കാണിക്കരുത്. You have to be faithful to your husband and your wife because you are serving a faithful God. Hallelujah. Hallelujah. അബ്രഹാം വിശ്വസ്തനായ കാരണം കൊണ്ട് അബ്രഹാമിന്റെ ലൈഫിൽ ഒരു ജനറേഷണൽ ബ്ലെസ്സിംഗ് ഉണ്ടായി. പറഞ്ഞ ജനറേഷണൽ ബ്ലെസ്സിംഗ്. ജനറേഷണൽ ബ്ലെസ്സിംഗ്സ്. പരിശുദ്ധാത്മാവ് എന്റെ മേലിലുണ്ടെന്ന് ഉറപ്പുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും യേശു നിങ്ങളുടെ കർത്താവാകത്തില്ല. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ മേളിൽ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഇന്നലെ ആ പുള്ളി നല്ലതായിട്ട് തറയിൽ കിടന്ന് ഉരുണ്ടായിരുന്നു. അങ്ങനെയാണോ? ആണോ? പിന്നെ ആ പാട്ട് പാടിയ സമയത്ത് പുള്ളി നല്ലതായിട്ട് ചാടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണോ? ഒരു വൃക്ഷത്തെ എങ്ങനെയാ അറിയുന്നേ? ഇപ്പം മാങ്ങയുടെ സീസണാ. ഈ നിങ്ങളുടെ തിരുവനന്തപുരം ഭാഷയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പല ഇനത്തിൽപ്പെട്ട മാങ്ങകളുണ്ട്. ഈ മാവിന്റെ ഇലയൊക്കെ കണ്ടാൽ ഏകദേശം എല്ലാ മാവിന്റെ ഇലയും ഒരുപോലെ ഇരിക്കും. മാവിന്റെ ഇല ഒരിക്കലും വാഴയില പോലെ ഇരിക്കില്ല. മാവുകളുടെ ഇല ഏകദേശം എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇതേതേനമാണെന്ന് അറിയുന്നത് അതിൽ മാങ്ങ ഉണ്ടായി കഴിയുമ്പോഴാണ്. എല്ലാം വെള്ളയിലുമാണ്. എല്ലാം വിശ്വാസികളാണ്. പക്ഷെ എങ്ങനെ അറിയാം ഇതിൽ ഈ മനുഷ്യനിൽ പരിശുദ്ധാത്മാവുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ഈ വ്യക്തിയിലുള്ള മനുഷ്യനാണോ എന്ന് എങ്ങനെ അറിയാം? നാട്ടുകാർ പറയുന്നതോ സോഷ്യൽ മീഡിയക്കാരൻ പറയുന്നതോ അല്ല അതിന്റെ തെളിവ്. അതവൻ റീച്ച് ഉണ്ടാക്കാൻ പറയുന്ന, അവന് കാശ് കിട്ടാൻ പറയുന്ന, അതിനകത്ത് നിങ്ങൾ പോയി പെട്ടതാ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടപ്പോൾ അവൻ ഒരു പരസ്യം കൂടെ കൂടുതൽ, 2 പരസ്യം കൂടെ കൂടുതൽ വന്നു. അവന് $1 കൂടെ കൂടുതൽ കിട്ടി. നിങ്ങളത് എന്തുവാന്ന് അറിയാൻ നോക്കാൻ പോയത്. അവന് $1 നിങ്ങൾ കാരണം കിട്ടി. ആരും മുന്നണില്ല. ആമേൻ. കാരണം യൂട്യൂബുകാരൻ $ലാ കൊടുക്കുന്നേ. സ്തോത്രം. ചേർന്ന് ആമേൻ പറഞ്ഞേ. സോഷ്യൽ മീഡിയക്കാരൻ പറയുന്നതോ നാട്ടുകാർ പറയുന്നതോ അല്ല അതിന്റെ തെളിവ്. വ്യക്തമായി ബൈബിൾ പറയുന്നു. ഗലാത്യർ 5:22-23 ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത. വിശ്വസ്തത എന്താണ്? വിശ്വസ്തത എന്താണ്? ആത്മാവിന്റെ ഫലമാണ്. നമുക്ക് ഈ കൂടുതൽ ഇഷ്ടം വരമാണ്. ആത്മാവിന്റെ വരവും ആത്മാവിന്റെ ഫലവും ബൈബിളിലുണ്ട്. ഞാൻ സ്നേഹത്തോടെ പറയാം, വരം മാത്രമേ നിങ്ങളിലുള്ളെങ്കിൽ ഫലമില്ലാത്ത വരമാണ് നിങ്ങളിൽ
നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട് പണിതിരിക്കുന്നത് മണലിന്റെ മുകളിലാണ്. എന്നാൽ ആത്മാവിന്റെ ഫലത്തോടൊപ്പം തന്നെ ആത്മാവിന്റെ വരവും നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ആ വീട് കെട്ടിയിരിക്കുന്നത് പാറമേലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവിന്റെ വരമുണ്ട്, ആത്മാവിന്റെ ഫലമില്ലാത്ത ആളാണെങ്കിൽ ഏത് സമയവും ആള് വീഴാം. എന്നാൽ ആത്മാവിന്റെ ഫലവും ആത്മാവിന്റെ വരവും ഒരുപോലെ ആ മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ചേർന്നൊരു ആമീൻ പറയാം. നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇത് പറയുന്നത്? കാരണം പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുകയാണ് ഇത് പറയുവാൻ. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ, എല്ലാരും കേട്ടെ മക്കളെ, നിങ്ങൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. ഞാൻ വീണ്ടും പറഞ്ഞ എന്ന സ്വന്തം കൈ നെഞ്ചിൽ വെച്ച് പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ, ഉറക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം. സഹോദരിമാർ പറഞ്ഞ് ഞാൻ വിശ്വസ്തനായിരിക്കണം. എന്താ അതിന്റെ കാരണം? ഓൾറെഡി അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. പരിശുദ്ധാത്മാവ് ഉള്ളവരിൽ അത് വിശ്വസ്തത വരണം. വിശ്വസ്തരാകാൻ കഷ്ടപ്പെടുന്നവരുണ്ടോ ഇതിൽ? ഞാൻ കുറച്ചാഴ്ചകളായി വിശ്വസ്തനാകുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു തെങ്ങ്, എന്നെ നോക്കിയേ, ഉറങ്ങുന്നവരും നോക്കിയേ, ഏതെങ്കിലും ഒരു തെങ്ങ്, നിങ്ങൾ രാവിലെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ പുരയിടത്തിൽ നിൽക്കുന്ന തെങ്ങ് ഇങ്ങനെ കിടന്ന് പൊളയുന്നു. നിങ്ങൾ തെങ്ങിനോട് ചോദിക്കുന്നു, തെങ്ങേ നീ എന്താണ് ഇങ്ങനെ കിടന്ന് പൊളയുന്നത്? അത് തേങ്ങ ഉണ്ടാകാനാണ്. ഏതെങ്കിലും തെങ്ങ് അങ്ങനെ തേങ്ങ ഉണ്ടാകാൻ കഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ നോക്കുകയോ, മാവ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. നിങ്ങൾ മാവിനോട് ചോദിക്കുന്നു, മാവേ നീ എന്താണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആട് ഉലയുന്നത്, കഷ്ടപ്പെടുന്നത്? മാവ് പറയുന്നു, മാങ്ങ ഉണ്ടാകാനാണ്. ഏതെങ്കിലും മാവ് പറയുന്നുണ്ടോ? ഇല്ല. തെങ്ങാണെങ്കിൽ തേങ്ങ വരും, മാവാണെങ്കിൽ മാങ്ങ വരും. പരിശുദ്ധാത്മാവുള്ളവനിൽ വിശ്വസ്തത എന്ന ഫലം ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. വീണ്ടും ആവർത്തിക്കുന്നു, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, നാം അവന്റെ മുൻപാകെ, അതാണ് അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. അബ്രഹാം ദൈവത്തിന്റെ മുൻപാകെ ഫെയ്ത്ത്ഫുൾ ആയിരുന്നു. നമ്മുടെ സീക്രട്ട് പ്ലേസസ്, നമ്മുടെ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ, നമ്മൾ തനിച്ചു മുറിയിലായിരിക്കുന്ന സമയങ്ങൾ, നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സമയങ്ങൾ, നമ്മുടെ കോൺവെർസേഷൻസ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, അവിശ്വസ്തനാകാനുള്ള സാഹചര്യം. ഇനി ഒത്തിരി പേരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഈ ഗോഡ്സ് ഫേവർ, ദൈവത്തിന്റെ ഫേവർ എന്ന് പറയുന്ന കാര്യം പാസ്റ്ററെ, അത് ഇമ്പാർട്ടേഷൻ വഴി വരുന്നതാണോ? ഇങ്ങനെ ഒരാൾ കൈവച്ച് നമ്മുടെ മേളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണോ ദൈവത്തിന്റെ ഫേവർ? 100% അല്ല. 100% അല്ല. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ രോഗശാന്തി കിട്ടിക്കാണാം, പ്രവചനവരം കിട്ടിക്കാണാം, ഭാഷാവരം കിട്ടിക്കാണാം, പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ കിട്ടിക്കാണാം, അനുഗ്രഹങ്ങൾ കിട്ടിക്കാണാം, ദൈവശക്തി കിട്ടിക്കാണാം, പലതും ലഭിച്ചു കാണാം. പക്ഷെ ദൈവത്തിന്റെ ഫേവർ ഒരിക്കലും ഇമ്പാർട്ടേഷൻ അല്ല. ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ പ്രസാദം ഒരു മനുഷ്യന്റെ മേളിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടുന്നതല്ല. ആ വ്യക്തി ദൈവത്തിന്റെ മുമ്പിൽ എന്തൊക്കെയോ തെളിയിച്ചിട്ടുണ്ട്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആ വ്യക്തി ദൈവത്തിന്റെ മുൻപിൽ ദൈവപ്രസാദം ഉണ്ടാകത്തക്ക നിലയിൽ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ എന്തൊക്കെയോ പ്രൂവ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നോ? നിങ്ങൾ നോക്കിയേ, ബൈബിളിൽ ദൈവത്തിന്റെ ഫേവറിൽ നിന്നവരുടെ ഒരു ലിസ്റ്റ് ഞാൻ എടുക്കാം. അതിലൊരാളാണ് ജോസഫ്, അതിലൊരാളാണ് അബ്രഹാം, ഹല്ലേലൂയ, അതിലൊരാളാണ് ഡാനിയേൽ, അതിലേറ്റവും പ്രധാനപ്പെട്ടയാളാണ് എന്റെ രക്ഷിതാവും കർത്താവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൂവ് ചെയ്തു അവൻ ദൈവമായിരിക്കെ
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപത്തിൽ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്നു. അവൻ തന്നെ താൻ ഒഴിച്ചു. പിതാവിനോട് ക്രൂശില മരണത്തോളം അനുസരണമുള്ളവനായി തെളിയിച്ചു, പ്രൂവ് ചെയ്തു. അടുത്ത വാക്യം, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിന് മേലായ നാമം നൽകി. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ തിരിച്ചു ചോദിക്കണം, എന്തുകൊണ്ട്? അനുസരണം കൊണ്ട്, വിധേയത്വം കൊണ്ട്, ജീവിതം കൊണ്ട്, പിതാവിന്റെ മുൻപിൽ താൻ അത് പ്രൂവ് ചെയ്തത് കൊണ്ട്. ചേർന്നൊരാമേൻ പറഞ്ഞാൽ. അപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ നാം ചെയ്യേണ്ട 4 കാര്യങ്ങളിൽ നാം അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ ഫേവർ നമ്മളിൽ ഉണ്ടാകുവാൻ, 4 കാര്യങ്ങളിൽ ഒരു കാര്യം, നാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്തിട്ട് ഈ ഒരു കള്ളൻ ഇപ്പൊ മോഷ്ടിക്കാൻ വരുമ്പോ, ഞാൻ ചോദിക്കുന്ന, ഒരു കള്ളൻ മോഷ്ടിക്കാൻ വരുമ്പോ നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അവൻ ആദ്യം ഇപ്പം നോക്കുന്ന എന്നാ? ഫോണോ? എന്തു ഈ മേളിലോട്ട് നോക്കുന്ന എന്നാ? ചില പിള്ളേര് ചില കുരുത്തക്കേടൊക്കെ കാണിക്കാൻ പോകുമ്പോ അവൻ എന്തിനാ മേലോട്ട് നോക്കുന്നത്? ദൈവം കാണുന്നു എന്നുള്ളതാണോ? പിന്നെ CCTV ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോ CCTV ഉണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യും. CCTV ഒരു തെളിവാണ്. CCTV ഉണ്ടെങ്കിൽ പിടിക്കപ്പെടും. CCTV ഉണ്ടെങ്കിൽ സംഭവം വ്യക്തമാവും. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ CCTV കറണ്ട് പോയാൽ ഓഫ് ആവും, വൈഫൈ ഇല്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് ചെയ്യത്തില്ല, എല്ലാം മഴയോ ഇടിയോ മിന്നലോ ഉണ്ടെങ്കിൽ ഇത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാമോ? നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിങ്ങളെ 24 hours കാണുന്ന, നിങ്ങളുടെ സകല മൂവ്മെന്റുകളും ശ്രദ്ധിക്കുന്ന വേറൊരു CCTV ഉണ്ട്. അത് CCTV അല്ല, അത് ജീസസ് TV ആണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. 24 hours. അത് ആരെയും ശ്രദ്ധിക്കുന്നുണ്ടോ? CCTV ഉണ്ടോന്ന് നോക്കുന്ന ചേച്ചി, CCTV ഉണ്ടോന്ന് നോക്കുന്ന ചേട്ടൻ, കുറച്ചുകൂടെ താഴ്ത്തി നോക്കാതെ കുറച്ചുകൂടെ മേളിലോട്ട് ഇങ്ങനെ നോക്ക്, മേളിലോട്ട് നോക്ക്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നെന്ന് എഴുതിയിരിക്കുന്നത്. കാണുന്ന ഒരു ദൈവമുണ്ട്, എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യമുണ്ടോ? ആ ബോധ്യം എന്നകത്ത് കയറുന്നുവോ, ആ ബോധ്യം എന്നുള്ളിൽ വരുന്നുവോ, ഞാൻ ഉറപ്പായി പറഞ്ഞു, ആ ബോധ്യത്തിൽ നടക്കുന്നവർ, ആ ബോധ്യത്തിൽ ജീവിക്കുന്നവർ, ആ ബോധ്യത്തിൽ സംസാരിക്കുന്നവർ, ആ ബോധ്യത്തിൽ പ്രവർത്തിക്കുന്നവർ നിശ്ചയമായും ദൈവത്തിന്റെ ഫേവറിന്റെ അകത്തായിരിക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, ദൈവത്തിന്റെ ഫേവറിന്റെ അകത്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് തെറ്റ് ചെയ്യാൻ, ജോസഫിന് തെറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഒരു കുഴപ്പമില്ല, ന്യായപ്രമാണം പോലും ഇല്ലാത്ത കാലമാണ്. ഈസി ആയിട്ട് ജോസഫിന് വാദിക്കാം. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന്, പാപമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ എൻ്റെ ഈ ബൈബിളൊന്നും ഇല്ലായിരുന്നു. ന്യായപ്രമാണം, വ്യഭിചാരം ചെയ്യരുതെന്നുള്ള കൽപ്പന മോശയുടെ കാലത്ത് കിട്ടുന്നതിന് മുൻപ് തന്നെ വ്യഭിചാരത്തിന് വേണ്ടി ടെംപ്റ്റേറ്റ് ചെയ്ത ഒരു സഹോദരിയുടെ അരികിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ജോസഫിന്റെ കയ്യിൽ ബൈബിൾ ഇല്ലായിരുന്നു, ബൈബിൾ ഇറങ്ങിയിട്ടില്ലായിരുന്നു. ആർ യു വിത്ത് മീ? പക്ഷെ ആ ഓട്ടം, ആ കമ്മിറ്റ്മെന്റ്, ആ ഡിസിഷൻ ദൈവം സിഗ്നേച്ചർ ചെയ്തു. ഈ ജോസഫിനെ കുറിച്ച് എന്തെല്ലാം അപവാദങ്ങൾ ആ സ്ത്രീ പറഞ്ഞു, എന്തെല്ലാം അപവാദ കഥകൾ പറഞ്ഞുണ്ടാക്കി. ഞാൻ ചോദിക്കട്ടെ, അന്നത്തെ കാലത്ത് ഈ അപവാദ കഥകൾ പറഞ്ഞ് ഈ സഹോദരി ഉണ്ടാക്കുമ്പോൾ അവരൊരു വലിയ പദവിയിലിരിക്കുന്ന സ്ത്രീ ആയതുകൊണ്ടാണ് ജോസഫിനെ പിടിച്ച് ജയിലിലിടാൻ പറ്റി. ജയിലിൽ കിടന്നവരും ജോസഫിനെ അടുത്തറിഞ്ഞവരും വല്ലതും ഇത് വിശ്വസിച്ചോ? ഞാൻ ചോദിക്കട്ടെ, ഈ 2026 AI കാലത്ത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ജീവിക്കുന്ന നമ്മൾ ജോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ജോസഫിനെ കുറിച്ചൊരു സംശയം തോന്നിയിട്ടുണ്ടോ? പുള്ളി ഭൂമി കയറി കാണുമായിരിക്കും, പുള്ളി എന്തെങ്കിലും ചെയ്ത് കാണുമായിരിക്കും, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. കാരണം നമ്മളെ അങ്ങനെ ചിന്തിക്കാൻ ദൈവം അനുവദിക്കില്ല. ജോസഫ്
ആ സ്ത്രീയുടെ മുമ്പിലല്ല, പൊത്തീഫറിന്റെ മുമ്പിലല്ല, നാട്ടുകാരുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുൻപിൽ വിശ്വസ്തനായിരുന്നു. ആമേൻ. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിന്നെ നാട്ടുകാരുടെ കഥയ്ക്ക് തകർക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിന്നെ ആമേൻ അപഹാസ്യം പറയുന്ന അസൂയക്കാരന്റെ പരിഹാസങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഞാൻ പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മുൻപിൽ ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ, നമ്മൾ ഈ പറയുന്ന പോലെ തരികിട പരിപാടിയായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ, നമ്മളെ നശിപ്പിക്കാൻ ഒരു ചാനലുകാരനും വേണ്ട, തന്നെ നശിച്ചോളും. ആരും മിണ്ടുന്നില്ലല്ലോ. ഒരു ചാനലുകാരനും വേണ്ട, ഒരു സോഷ്യൽ മീഡിയയും വേണ്ട, ഒരു വൈറൽ വീഡിയോയും വേണ്ട, ആരും വേണ്ട, അവൻ തന്നെ നശിച്ചോളും. കാരണം മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്തിരിക്കും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്തിരിക്കും. ഹല്ലേലൂയ. ഈ കാര്യത്തിൽ അതുകൊണ്ട് ശരിക്കും പല സമയങ്ങളിലും എനിക്കൊരു ലക്ഷ്യമുണ്ട്. കർത്താവേ, ഈ ശുശ്രൂഷയോ ഇപ്പൊ ഈ ഭൂമി ചെയ്യുന്ന മിനിസ്ട്രിയോ ഒന്നുമല്ല, സഭകളോ ഒന്നുമല്ല വിഷയം. ഒരു ദിവസം ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാ. അന്ന് എനിക്ക് കേൾക്കാൻ കഴിയണം. അന്ന് തിരുവനന്തപുരം സഭയിലെ മുഴുവൻ വിശ്വാസികളും കാണും. എൻ്റെ ആത്മീയ പുത്രന്മാർ, ക്രിസ്റ്റി പാസ് ഉൾപ്പെടെ, ജിജി പാസ് ഉൾപ്പെടെ, എൻ്റെ പ്രസംഗം കേട്ട മുഴുവൻ ആളുകളും, എന്നെ ടെലിവിഷനിൽ കണ്ട, യൂട്യൂബിൽ കണ്ട, എൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത, എൻ്റെ മീറ്റിങ്ങിൽ വന്ന ടിനു പാസ്റ്റർ എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ വെള്ളമൊക്കെ കൊണ്ട് തന്ന എല്ലാവരും കാണും. അവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് കേൾക്കണം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അതിനപ്പുറത്തൊരു ടാർഗറ്റ് ഇല്ല, അതിനപ്പുറത്തൊരു ടാർഗറ്റ് എനിക്ക് വേണ്ട. ആ തീരുമാനമെടുക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഒരു ഫേവറിന്റെ മാൻഡിൽ നിന്റെ മേളിൽ വീഴാൻ പോവുകയാണ്. ഒരു ഫേവറിന്റെ മാൻഡിൽ. മനുഷ്യനല്ല നിനക്ക് വഴി തുറക്കുന്നത്, നാട്ടുകാരല്ല നിനക്ക് വഴി തുറക്കുന്നതും അടയ്ക്കുന്നതും. മനുഷ്യൻ അടയ്ക്കാൻ കഴിയത്തില്ല, മനുഷ്യനെ തുറക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ തുറന്നാൽ ആരത് അടയ്ക്കും, ഞാൻ അടച്ചാൽ ആരത് തുറക്കും. ഞാൻ തുറന്നാൽ ആരത് അടയ്ക്കും, ഞാൻ അടച്ചാൽ ആർക്കത് തുറക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയ മക്കളെ, നമുക്ക് വേണ്ടത് ദൈവാനുഗ്രഹമാണ്. സത്യം. മനുഷ്യർക്ക് നിങ്ങൾക്ക് തന്ന് സന്തോഷിപ്പിക്കാൻ എല്ലാ കാലവും കഴിയില്ല. നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാകില്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ കുടുംബത്തെ ദൈവം മാനിക്കും. ദൈവം മാനിക്കാൻ തുടങ്ങിയാൽ ഒരു മനുഷ്യനും അത് അടയ്ക്കാൻ കഴിയത്തില്ലെന്നുള്ള സത്യം ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെ പദവികളല്ല നിങ്ങളെ നിലനിർത്തുന്നത്. നിങ്ങളെ നിലനിർത്തുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ കാണിക്കുന്ന വിശ്വസ്തതയാണ്. ഞാൻ ഇങ്ങനെ ഒരു പ്രവചനവും കൂടി ഇടാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുന്ന വചനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിലും നിങ്ങൾ എഴുതി വെച്ചോ, ദൈവം നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സീസൺ നിങ്ങളുടെ മുമ്പിൽ ദൈവത്താൽ തുറന്നിരിക്കും. ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. വചനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, വചന സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ, നാട്ടുകാർ എതിർത്തു, കുടുംബക്കാർ എതിർത്തു, ബന്ധുമിത്രാദികൾ എതിർത്തു, സഹോദരങ്ങൾ എതിർത്തു, സകലരും നിങ്ങൾക്ക് വിരോധമായി മാറി. നിങ്ങളെ ചില സഭകളിൽ നിന്ന് മുടക്കി, ചില വ്യക്തികൾ നിങ്ങൾക്കെതിരായി, നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ ഇന്നും വിശ്വസ്തയോടെ ദൈവവചനം എടുത്ത് മാറോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നെങ്കിൽ, ഞാൻ ആ കുടുംബങ്ങളെ നോക്കി പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും.